നമസ്കാരം. പീപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വയനാട് പൊട്ടിക്കരയുകയാണ്. വയനാട് മാത്രമല്ല, കേരളമാകെ, ഇന്ത്യയാകെ, ലോകമാകെ വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിലേക്ക് ഉറ്റുനോക്കുകയും കണ്ണുനീർ വാർക്കുകയും ചെയ്യുകയാണ്. നമ്മളവിടെ കണ്ട വളരെ ത്യാഗോജ്വലമായ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമി, നമ്മുടെ മഹത്തായ ഇന്ത്യൻ സൈന്യം വയനാട്ടിൽ വന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ബെയ്ലി പാലം പണിതതാണ്. ആ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും ബെയ്ലി പാലത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ആർമിയിൽ 31 വർഷം എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ച് സുബേദാർ മേജറായി റിട്ടയർ ചെയ്ത ശ്രീ എബ്രഹാം തോമസ് സാർ ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. നമുക്ക് എബ്രഹാം തോമസ് സാറിൻ്റെ അനുഭവങ്ങളിലൂടെയും ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണ രഹസ്യങ്ങളിലൂടെയും പോകാം. പീപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സാർ നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ സൈന്യത്തിലെ എഞ്ചിനീയറിംഗ് ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ? പറയാമല്ലോ. 1980 ഞാൻ സൈന്യത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ജോയിൻ ചെയ്തു. 80 മുതൽ 92 വരെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ 201 എഞ്ചിനീയർ റെജിമെൻറ്റിലാണ് ഞാൻ സർവീസ് ചെയ്തത്. എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ, കേരളത്തിലെ ആദ്യത്തെ ബെയ്ലി ബ്രിഡ്ജ് പൂവൻപാറ ആറ്റിങ്ങൽ ചെയ്തത് എൻ്റെ റെജിമെൻറ്റിൻ്റെ ഭാഗമായ പോർട്ടബിൾ 3 ഫീൽഡ് കമ്പനി മേജർ ഭാട്ടിയുടെ നേതൃത്വത്തിലുള്ള 120 അംഗങ്ങളായിരുന്നു എന്നുള്ളത് എനിക്ക് അഭിമാനം ഉണ്ട് എന്ന കാര്യം തന്നെയാണ്. എന്താണ് ബെയ്ലി ബ്രിഡ്ജ് എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ലഘുവായിട്ട് പറയാമോ? ശരിയാണ്, എനിക്കറിയാവുന്ന കാര്യം പറയാം. സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ എഞ്ചിനീയർ ഡൊണാൾഡ് ബെഞ്ചമിൻ ബെയ്ലി എന്ന എഞ്ചിനീയറാണ് ഈ സാധനം ആദ്യമായിട്ട് ഇൻവെൻറ്റ് ചെയ്തത്, ഈ ബ്രിഡ്ജ് ഇൻവെൻറ്റ് ചെയ്തത്. അതിനുശേഷം സെക്കൻഡ് വേൾഡ് വാറിലും തുടർന്ന് കനേഡിയൻ ആർമി, അതുപോലെ തന്നെ US ആർമി, കണ്ടിന്യൂ ആയിട്ട് ബ്രിട്ടീഷ് ആർമി, ഈ രാജ്യങ്ങളെല്ലാം ഇത് ഉപയോഗിച്ച് വരുന്നു. ഇന്ത്യയിൽ ആ സമയത്ത്, ഇത് കണ്ടുപിടിച്ച സമയത്ത് ഇന്ത്യ ബ്രിട്ടീഷിൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്യുകയാണ്. നമ്മളുടെ കയ്യിലും ഇപ്പോൾ ഈ എക്യുപ്മെൻറ്റ്സ്, ബ്രിട്ടീഷ് എക്യുപ്മെൻറ്റ്സ് നമ്മളുടെ കയ്യിലുണ്ട്. നമ്മളിത് ഉപയോഗിക്കുന്നത് യുദ്ധസമയങ്ങളിൽ പെട്ടെന്ന് നമ്മുടെ ആയുധങ്ങളും വെടിക്കോപ്പുകളും ടാങ്കുകളും ഗണ്ണ് മുതലായ കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻഫൻട്രിയെയൊക്കെ പെട്ടെന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ സിവിലിയൻ ആവശ്യങ്ങൾക്കായിട്ട് ദുരന്ത മുഖങ്ങളിൽ, നമ്മുടെ സപ്പോസ് ഇപ്പോൾ നടന്ന വയനാട് പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സിവിലിയൻ ആവശ്യങ്ങൾക്കായിട്ടും ഈ ബ്രിഡ്ജ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സാർ, ഈ ബെയ്ലി ബ്രിഡ്ജിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? പറയാം. പൊതുജനങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാനത് പറയാം. ഇത് പ്രീകാസ്റ്റ് അയൺ മെറ്റീരിയലാണ്. കംപ്ലീറ്റ് അതിനകത്തുള്ള എല്ലാ മെമ്പേഴ്സും പ്രീകാസ്റ്റ് ആണ്. അത് ഇരുമ്പാണോ? ഇരുമ്പ്, ഉരുക്കാണ്. 6 പേര് ഉയർത്താവുന്ന ഭാരമാണ് ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ഭാഗം, ഏറ്റവും മാക്സിമം വെയിറ്റ് ഉള്ളത് പെനൽ എന്ന് പറയുന്ന ആ മെമ്പറാണ്. ആ മെമ്പറിന് 570 പൗണ്ട് വെയിറ്റ് ഉണ്ട്. അത് 6 പേര്, മാക്സിമം 6 പേര് അത് എടുക്കാവുന്ന വിധത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളീ കാണുന്ന വലിയ ഒരു മെമ്പർ, അതാണ് പെനൽ. അതിൻ്റെ കീഴിൽ കാണുന്ന മെറ്റീരിയലാണ് ട്രാൻസം. ഈ ട്രാൻസവുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഈ പെനൽ എന്ന് വെച്ചാൽ ഈ ഒരു ചതുരം, ഒരു ചതുരം 10 അടി നീളത്തിൽ ഉള്ള 5 അടി ഉയരമുള്ള ഒരു ചതുരമാണ്. അതിനെ ഡയഗണലായിട്ട് ബ്രേസ് ചെയ്തിട്ടുണ്ട്. അത് ഉറപ്പിക്കുന്നത് ട്രാൻസം എന്ന് പറയുന്ന അതിന്റെ ബേസ് മെറ്റീരിയലാണ് ഉറപ്പിക്കുന്നത്. അതെ, ലോഡ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് 4, 3, 4, 6 ഒക്കെ ഇതിനടിയിൽ ട്രാൻസം ഉണ്ടാവും. ട്രാൻസം ലോഡ് അപ്പാകുന്നതിനനുസരിച്ച് ട്രാൻസത്തിന്റെ എണ്ണം കൂടും. ഇതിന്റെ എല്ലാ മെറ്റീരിയലും ജോയിനിങ് മെമ്പേഴ്സിലാണ് ജോയിൻ ചെയ്യുന്നത്. വെൽഡിംഗ് ഇല്ല. ഈ പെനൽ, ഓരോ പെനലില് മെയിൽ ആൻഡ് ഫീമെയിൽ ആൻഡ് ഉണ്ട്. അത് കറക്റ്റായിട്ട് കൊണ്ടുവരുമ്പോൾ ഈ ജോയിനിങ് മെമ്പേഴ്സായിട്ട് പെനൽ പിൻ ആണ് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നത്. ഒരു പെനൽ ജോയിൻ ചെയ്യാനായിട്ട് 2 പെനൽ പിൻ ആണ് ഉപയോഗിക്കുന്നത്. വെൽഡിംഗ് ഒന്നുമില്ല. ചേർത്ത് വെക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതിന്റെ സൈഡിൽ കാണുന്നതാണ് പെനൽസ്. അതിന്റെ നടുഭാഗത്ത് ക്രോസ് ആയിട്ട് കാണുന്നതാണ് ട്രാൻസംസ്. ഈ ട്രാൻസംസും പെനലും നമ്മൾ കണക്ട് ചെയ്യുന്നു. അതിൻ്റെ പെനൽ ടു പെനൽ കണക്ട് ചെയ്യുന്ന പെനൽ പിന്നിലൂടെയാണ്.
ഇത് മെയിനായിട്ട് 4 സെക്ഷനാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഒരു സെക്ഷനിൽ 1+10 ഒരു കമാൻഡറും 10 ജവാന്മാരുമാണ് ഇത് സാധാരണ ഇത് യൂസ് ചെയ്യുന്നത്. അതിൽ പെനലിൻ്റെ ഒരു ടീമുണ്ട്, അതുപോലെ സെൻട്രൽ ബ്രിഡ്ജ് ഒരു ടീമുണ്ട്. പെനലിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ ടീം, സെൻട്രൽ ബ്രിഡ്ജ് ഒരു ടീം. ഇങ്ങനെ 3 ടീമാണ് മെയിനായിട്ട് ഇതിൽ പോകുന്നത്. ബാക്കി ഒരു ടീം ഈ സപ്പോർട്ടിംഗ് ടീമാണ്. അവർ വെളിയിൽ നിന്ന് ഈ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നതിലൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ 3 ടീം. ഈ ടീമിനെ വേണേൽ നമുക്ക് വൈഡൻ ചെയ്ത് 3 എന്നുള്ള 6, 9 അങ്ങനെ ഇതിൻ്റെ സ്പീഡ് നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് എണ്ണം കൂട്ടാവുന്നതാണ്. മെയിനായിട്ടുള്ള കമാൻഡർ ഇത് ബ്രിഡ്ജിൻ്റെ ഏറ്റവും ഫ്രണ്ട് പോർഷനിൽ നിന്ന് കമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചാണ്, ഒരു ഡ്രിൽ പ്രകാരമാണ് ഇതിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ ഒരു ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ആദ്യത്തെ പെനൽ ജോയിൻ ചെയ്ത് അത് നോസിങ് എന്നാണ് പറയുന്നത്. ആ നോസിങ് മൂവ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കൗണ്ടർ വെയിറ്റ് ബാക്കിലേക്ക് കൊടുക്കുന്നു. സാറേ, നമ്മൾ വയനാട്ടിൽ ചെയ്തേക്കുന്നത് 24 ടൺ കപ്പാസിറ്റിയുള്ള പാലമാണ്. ഇതാണോ ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി? അല്ല, മാക്സിമം കപ്പാസിറ്റി 24 അല്ല. ഇത് 9 ടൺ മുതൽ 70 ടൺ വരെ നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റി ഉയർത്താം. കപ്പാസിറ്റി ഉയർത്തുന്നതിനനുസരിച്ച് ഇതിൻ്റെ മെമ്പേഴ്സിൻ്റെ ഹൈറ്റ്, അതായത് ബെയിലി പെനൽസിൻ്റെ ഹൈറ്റ് 2 ലെയർ 3 ലെയറായിട്ട്, അതായത് സിംഗിൾ, ട്രിപ്പിൾ സിംഗിൾ, ഡബിൾ ട്രിപ്പിൾ അങ്ങനെ 3 ഹൈറ്റ് വരെ പെനൽസ്, 3 ലെയർ പെനൽസ് 3 ഹൈറ്റ് വരെ പോകുമ്പോഴാണ് അതിനെ നമ്മൾ 70 ടൺ വെയിറ്റ് എടുക്കുന്ന ലോഡ് കപ്പാസിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇതിനെ പല രീതിയിലും ഇത് ചെയ്യാവുന്നതാണ്, വൈഡൻ ചെയ്തും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ബെയിലി ബ്രിഡ്ജ് നമ്മൾ നിർമ്മിക്കുമ്പോൾ ആ ബ്രിഡ്ജിൻ്റെ കംപ്ലീറ്റ് വർക്കും ഒരറ്റത്ത് നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലേ? തീർച്ചയായും. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒരു റെക്കി നമ്മൾ നടത്താറുണ്ട്. ആ ഒരു സമയത്ത് റെക്കി സെറ്റിംഗ് ഔട്ട് പാർട്ടി മാത്രമാണ് അതിൻ്റെ 4 ബാങ്കിൽ പോവുകയും ഇത് സെറ്റ് ഔട്ട് ചെയ്യുകയും. അവിടെ ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് മണ്ണിൻ്റെ ഉറപ്പ് നമുക്ക് എവിടെ കിട്ടുന്നതുകൊണ്ട് അവിടെ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. മണ്ണിൻ്റെ ഉറപ്പ് നമ്മൾ പരിശോധിച്ചിട്ടാണ് അവിടെ നമ്മൾ 4 ബാങ്കിലുള്ള സെറ്റിംഗ് ഔട്ട് ചെയ്യുന്നത്. അത് 2-3 പേരെ പോകത്തുള്ളൂ. 2-3 പേര് പോകും. ചിലപ്പോൾ ഒരു ബോട്ടിലുള്ള ആൾ ചെയ്യും. ഈ ഇതിൻ്റെ ബേസ് പ്ലേറ്റ്, റോളർ, 2 സെറ്റ് റോളർ, ബേസ് പ്ലേറ്റ് എല്ലാം അവിടെ കുണ്ടിയിലുണ്ട്. അത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് 4 ബാങ്കിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ ആ 2-3 പേരുള്ള ആ പാർട്ടി പോകുന്ന, അല്ലെങ്കിൽ ഒരു 4-5 പേര് ബോട്ടിൽ പോകുന്ന അക്കരെയാണ്. അതെ, അത് ചിലപ്പോൾ ശത്രു സൈന്യത്തിന്റെ കസ്റ്റഡിയിലായിരിക്കും ആ സ്ഥലം. ആ യുദ്ധസമയത്തെ കാര്യം വേറെയാണ്. അവിടെ ആ സമയത്ത് നമുക്ക് കൗണ്ടർ ഫയർ ചെയ്യാനായിട്ട് നമ്മുടെ സപ്പോർട്ടായിട്ട് നമ്മുടെ ഗണ്ണ് ചെയ്യുന്ന ആർമേഡ് ഫോഴ്സിന്റെ ഗൺ ഫയർ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ സേഫ്റ്റി ആയിട്ട് തന്നെയാണ് ഈ ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പണിയുന്നതനുസരിച്ച് നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ ഗൺ ഫയർ നടന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും നടന്നുകൊണ്ടിരിക്കും. നമ്മൾ സേഫ്റ്റി ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ശത്രു സാന്നിധ്യം ക്ലിയർ ചെയ്യും. നമ്മുടെ ഗണ്ണ് എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആ സമയത്തൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട് 2-3 പേര് അക്കരെ നമുക്ക് ഇത് ഉറപ്പിക്കാൻ പറ്റുന്ന സ്ഥലം കണ്ടുപിടിക്കും. ബാക്കി കംപ്ലീറ്റ് ടീം എന്നിട്ട് അവർ തിരിച്ചു വരും. വരുന്നു. ബാക്കി എല്ലാവരും ഇവിടുന്ന് തന്നെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞോണം നമ്മൾ ഈ അങ്ങോട്ട് ഒരു സാർ പറഞ്ഞ നോസ് എന്നല്ലേ സാർ? നോസിംഗ് ഒരു 27 ഡിഗ്രി അപ്പായിട്ട് നമ്മൾ റേസ് ഒരു ലിങ്ക് ഉണ്ട്. ഒരു വെഡ്ജ് എന്ന് പറയുന്ന ഒരു വെഡ്ജ് ലിങ്ക് വഴി അതിനെ റേസ് ചെയ്താണ് നിൽക്കുന്നത്. എന്നിട്ട് അതിന്റെക്കാൾ കൂടുതൽ കൗണ്ടർ വെയിറ്റ് നമുക്ക് ഈ നമ്മുടെ ഹോം ബാങ്കിൽ ഉണ്ടാവും. ഹോം ബാങ്കിൽ കൊടുക്കുന്ന ഒരു റോളറുണ്ട്, ഫ്രണ്ടിലിരിക്കുന്ന റോളർ. ആ റോളറിൽ നിന്ന് ബാക്കിലേക്ക് കൗണ്ടർ വെയിറ്റ് കൊടുത്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് തള്ളുന്നത്. അപ്പോൾ നമ്മൾ റോളർ വെച്ചു, നോസിംഗ് വെച്ചു, അതിന്റെ പുറകെ നമ്മൾ കൗണ്ടർ വെയിറ്റ് വെക്കും. അതെ. എന്നിട്ട് ഈ സാധനം നമ്മൾ ഇവിടെ നിന്നിട്ട് മുമ്പോട്ട് തള്ളും. അതെ, നമ്മുടെ ഇഷ്ടത്തിന് തള്ളാൻ പറ്റില്ല. അതിന് ഏറ്റവും ഫ്രണ്ടിൽ ഒരു കമാൻഡർ ഉണ്ടാവും. അയാൾ ക്വാളിഫൈഡ് ആളായിരിക്കും. അയാൾ ബ്രിഡ്ജിൽ ക്വാളിഫൈഡ് ആയിരിക്കും. അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണമായിരിക്കും ഈ ഓരോ മൂവ്മെന്റ്സും നമ്മൾ ചെയ്യുന്നത്. ഈ ഓരോ പെനലും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു പിന്നുണ്ട്, പെനൽ പിൻ ഔട്ട്. അതായത് നമ്മുടെ റോളറിന്റെ മുമ്പിൽ ഒരു പിൻ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. കമാൻഡറിന്റെ ഒരു വേർഡ് ഓഫ് കമാൻഡ് പെനൽ പിൻ ഇൻ എന്ന് പറയുമ്പോഴാണ് നമ്മൾ പിൻ ഔട്ട് ചെയ്യുന്നു. പിൻ ഔട്ട് ചെയ്യുന്നതിന് കമാൻഡിങ് ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ഇൻസ്ട്രക്ടർ കൊടുക്കും. അപ്പോൾ പിന്നിട്ട് കഴിഞ്ഞാൽ നിൽക്കും. പിൻ ഔട്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഗദർ പുഷ് എന്ന് ഉള്ള ഒരു ഓർഡർ കൊടുക്കും. ആ സമയത്താണ് നമ്മൾ പുഷ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുറച്ച് മുമ്പോട്ട് തള്ളിയിട്ട് നമ്മുടെ കൗണ്ടർ വെയിറ്റ് എപ്പോഴും ബാക്കിൽ കൂടുതൽ, നമ്മുടെ ഹോം ബാങ്കിൽ കൂടുതൽ കിടക്കുന്നത് പോലെയാണ്. അപ്പൊ കൗണ്ടർ വെയിറ്റ് എന്ന് പറയുന്നത് പാലത്തിന്റെ മറ്റൊരു ഭാഗമാണ് ചേർത്ത് വെക്കുന്നത്. ഈ റോളറിൽ നിന്ന് സ്ലിപ്പ് ആകാതിരിക്കാൻ ആ പിന്മാൻ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. റോളർ
റോളറിന് കറക്റ്റ് ആ റോളറിൽ നിന്ന് മൂവ് ആകാനായിട്ട് അയാൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് കൗണ്ടർ വെയിറ്റ് ഇടുക എന്ന് വെച്ചാൽ പാലത്തിന്റെ ഒരു അടുത്ത ഭാഗമാണ് കൗണ്ടർ വെയിറ്റ്. ഒറിജിനൽ പാലം ഈ നോസിങ് ചെയ്യുന്ന സാധനം മുഴുവൻ പോകുന്ന വരെ ഒറിജിനൽ പാലം അവിടെ ചെല്ലുകയല്ല. നോസിങ്ങും നമ്മുടെ ഈ ലാസ്റ്റ് പാലം അവിടെ ഇറക്റ്റ് ചെയ്ത് നമ്മൾ ഈ റോളറിൽ നിന്നും ജാക്ക് വഴി അതിൽ നിന്ന് ബേസ് പ്ലേറ്റിൽ ഉറപ്പിക്കുന്നത് വരെ, അതിനുശേഷം ഈ ഫ്രണ്ടിലേക്ക് പോയി നോസിംഗ് ആയിട്ട് പോയിട്ടുള്ള കംപ്ലീറ്റ് അഴിച്ച് ഡിസ്മാൻഡിൽ ചെയ്യുകയായി. അപ്പൊ ഇതെല്ലാം തന്നെ ഈ കൗണ്ടർ വെയിറ്റ് ചേർത്ത്, അപ്പൊ നമുക്ക് പൊറോട്ട അത്രയും സ്ഥലം വേണം. നോർമൽ ചെയ്യുന്ന ഒരു ഇതിൽ അങ്ങനെ ഒരു പകുതി ബ്രിഡ്ജിന്റെ പകുതി ലെങ്തെങ്കിലും നമുക്ക് സ്ഥലം നമ്മൾക്ക് അവിടെ കണ്ടിരിക്കും. അങ്ങനെ കാണാത്ത സ്ഥലത്തും ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിന് വന്നിട്ട് കൗണ്ടർ വെയിറ്റ് വെഹിക്കിൾസോ അല്ലെങ്കിൽ നമ്മുടെ JCB പോലെയുള്ള ടാങ്ക് പോലെയുള്ള സാധനങ്ങളോ കൗണ്ടർ വെയിറ്റ് കൊണ്ട് ചെറിയ സ്ഥലത്ത് നമ്മൾ കയറ്റി. എന്നിട്ട് നമ്മള് ഈ സാധനം ഇത് മൊത്തം ഇവിടെ നിന്ന് തള്ളിയാണ് അക്കരെ വരെ കൊണ്ടുപോകുന്നത്. അതെ, അക്കരെ ആളൊന്നും പോകേണ്ട കാര്യമില്ല. വെൽഡിംഗ് ഇല്ല. ഓരോ ജോയിന്റും 10 അടി ഉള്ള ഒരു ജോയിന്റ് ചെയ്യാൻ ഒരു ശരിക്കും ആ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് 5 മിനിറ്റ്സ് പോലും വേണ്ട. 5 മിനിറ്റ്സിനുള്ളിൽ 10 അടി നമ്മൾ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരു 10 അടി ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടി എത്ര മിനിറ്റ് സാർ പറഞ്ഞു? 10 അടി ജോയിൻ ചെയ്യാൻ 5-10 മിനിറ്റിനുള്ളിൽ തീരും. ബാക്കിയുള്ള ടൈം എല്ലാം നമുക്ക് ബാക്കി ചില ഇപ്പൊ നമ്മൾ ചെയറിനകത്ത് നിൽക്കുന്നു, ആ സ്പീഡിൽ മൂവ് ആകുകയല്ല. അപ്പൊ ഇതെല്ലാം ചെയ്തു വെച്ചേക്കാണ്. ബിൽഡിംഗ് ഇല്ല, ചേർത്ത് വെക്കുന്നു, പിന്നിടുന്നു, പോകുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഉള്ള പരിപാടി ഇതിന് സ്റ്റിഞ്ചേഴ്സ് എന്ന് പറയുന്ന കുറച്ച് പ്ലാറ്റ്ഫോം ലേഔട്ട് ചെയ്യും, സ്റ്റീലിൽ തന്നെയുള്ള. അതിന് മുകളിൽ ഫ്ലെക്സ് ഡക്ക് ബോർഡ്സ് ഉണ്ട്, അതായത് വുഡൻ ഡക്ക് ബോർഡ്സ് ആണ്. ആ സാധനം മുകളിൽ ലേഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബിറ്റുമിനസ് റോൾ ഉണ്ട്, അതുകൂടെ കോട്ട് ചെയ്ത് ടാറിട്ട പോലെ തന്നെ ഫിനിഷ് ആയിട്ടിരിക്കും. ഇപ്പൊ പക്ഷേ എല്ലാം സ്റ്റീലിന്റെ പ്ലേറ്റ് ആണെന്ന് തോന്നുന്നല്ലേ? നമ്മുടെ വയനാട്ടിലൊക്കെ ഇട്ടേക്കുന്ന സ്റ്റീലിന്റെ ആണ്. അതിന്റെ മുകളിൽ വുഡൻ ഡക്കിംഗ് ഉണ്ട്. വുഡൻ ഡക്കിങ്ങിന്റെ മുകളിൽ കൂടെയാണ് വണ്ടി ഓടുന്നത്. വുഡൻ ഡക്കിങ്ങിന്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ബിറ്റുമിനസ് റോൾ ഉണ്ട്. ബിറ്റുമിനസ് റോൾ എന്ന് പറഞ്ഞാൽ ടാർ പോലെ തന്നെ ഒരു മെറ്റീരിയൽ ആണ്. അത് റോളായിട്ട് വരും. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ടാർ റോഡ് പോലെ തന്നെ ഇരിക്കും. നമ്മളങ്ങ് വിരിച്ചാൽ മതി. അത് വിരിച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ ഈ പാലം നമ്മൾ തിരിച്ച് ഡിസ്മാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിസ്മാൻഡിൽ ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ്. വീണ്ടും നമ്മൾ ഈ ബാക്കിൽ വെയിറ്റ് കൊടുക്കും, പുറകോട്ട് അഴിക്കും. ജാക്ക് വെച്ച് ആദ്യം 2 അടി 61 സെന്റിമീറ്റർ ഉയരത്തിലാണ് ഇതിനെ ബേസിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെയ്ത് ജാക്ക് വെച്ച് അപ്പ് ചെയ്ത് പിന്നെ കൗണ്ടർ വെയിറ്റ് പുറകെ കൊടുത്തിട്ട് പുറകോട്ട് വലിക്കും. എല്ലാം തന്നെ നമ്മുടെ ഈ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ടുള്ള ഉന്ത് തള്ള് തുടങ്ങിയ പരിപാടി മാത്രമേ ഉള്ളൂ. അതിൽ നിൽക്കും. നമ്മുടെ ഇത് എക്സ്പെർട്ട് ഉള്ള ആൾക്കാർക്ക് ഇതൊരു സെന്റിമീറ്റർ മില്ലിമീറ്റർ പോലും മാറാതെ ഇതിനെ ഒരേ അലൈൻമെന്റ് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി വേണം. അവരാണ് അത് ക്വാളിഫൈഡ്. ഇതിൽ ക്വാളിഫൈഡ് ബ്രിഡ്ജിങ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവര് അതിനുവേണ്ടി സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ അവരെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിന്റെ മുമ്പിൽ നിൽക്കുക. അതിനുവേണ്ടി ട്രെയിനിങ് ഈ ട്രെയിനിങ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ സ്പെഷ്യലി ട്രെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇതിന്റെ മുകളിൽ നിന്ന് കമാൻഡ് ചെയ്യുന്നത്. ഇതൊരു രസകരമായ സംഭവമാണ്. കാണുമ്പോൾ ഭയങ്കര എന്താ പറയാ, വലിയ പ്രയോജനപ്രദമാണ്, വളരെ ഉപകാരപ്രദമാണ്. എന്നാൽ അതിന്റെ ആ ടെക്നിക്ക് രസകരമായ ഒരു ടെക്നിക്ക്. ഇതെല്ലാം ഒരു ഡ്രില്ലിലാണ് സാർ നടക്കുക. ഡ്രില്ലിലാണ്. അല്ലാണ്ട് നമ്മള് നാട്ടിൽ ചെയ്യുന്ന ഒരു ജോലി പോലെ അവരെ എടുത്തോണ്ട് വരട്ടെ നോക്കട്ടെ എന്നല്ല. ഇതെല്ലാം ഒരു ഓർഡർ കൊടുത്ത് ആ ഓർഡറിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് പോയി ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അത് കാണുമ്പം എടുക്കുക, പിടിക്കുക, കൊടുക്കുക എന്നുള്ള ഗദാർ ലിഫ്റ്റ്, ഗദാർ പുഷ് അങ്ങനെയുള്ള ചെറിയ ചെറിയ കമാൻഡ്സ് ആണ്. ആ കമാൻഡ്സിൽ ഇത് ജോലി ചെയ്യുന്നു. കറക്റ്റ് ആ പിൻ ഇടുന്നു, പിൻ ഇൻ ചെയ്യുന്നു. പിന്നെ ആ സമയത്ത് റോളറിൽ പിന്ന് കുത്തിവെക്കുന്നു. ഇതെല്ലാം ആ കറക്റ്റ് ഡ്രില്ലിലാണ്. 1 in 10 ടോലീസ് എന്ന് പറയും. അവരവരുടെ സെക്ഷനാണ്. ആ സെക്ഷനാണ് അവരവരുടെ ജോലി മാത്രമാണ് ചെയ്യുക. ഇപ്പൊ നമ്മൾ വയനാട്ടിൽ കണ്ട പാലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ഇവരറ്റത്ത് നിന്ന് തള്ളിക്കയറ്റുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വിശ്വസിക്കുകയല്ല. പണി കഴിഞ്ഞ് നമ്മുടെ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ജോലി അതിന്റെ പാർട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു കാര്യം ഇടയ്ക്ക് ബ്രേക്ക് ഇല്ല. ടീ ബ്രേക്ക് ഉണ്ടെങ്കിൽ ആ ടീ ബ്രേക്ക് 5 മിനിറ്റ്സ്, അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്സ് അല്ല 15 മിനിറ്റ്സ്. ആ കറക്റ്റ് ടൈം അല്ലാതെ നമ്മൾ അതിനിടയ്ക്ക് പിന്നെ ഒരു ബ്രേക്ക് അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. നമുക്ക് അങ്ങനെയില്ല. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും കാര്യം പങ്കുവച്ചതിന് അങ്ങേക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. വളരെയധികം നന്ദി. താങ്ക് യു സർ.